ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദുഃഖമാകുന്ന അരുവി. വേണേ ഒരു അരുവിയായിട്ട് ദുഃഖത്തെ നമുക്ക് കാണാൻ പറ്റും. ദുഃഖമാകുന്ന അരുവി നല്ലതോ ചീത്തയോ? രണ്ട് രീതിയിലും ഇതിന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അമ്മച്ചി സൂചിപ്പിച്ച ഒരു കാര്യം, മകളെ കൊണ്ട് വന്ന പ്രാർത്ഥിപ്പിക്കാനായിട്ട്, ഒരു കൗൺസിലിംഗ് നടത്താനായിട്ട് അമ്മച്ചി സൂചിപ്പിച്ച ഒരു കാര്യം, ചൂടെ മുഖത്തോട് നോക്കിയേ, ഇവക്ക് എപ്പോഴും ഒരു വിഷാദമാണ്. ഇവക്ക് അതിനുള്ള ഒരു കാര്യവും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷെ ഇവക്കൊന്ന് ചിരിച്ച് അല്ലെങ്കിൽ ആ സന്തോഷമായിട്ട് അവളുടെ ആ ഒരു മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എപ്പം നോക്കിയാലും ഒരു വിഷാദം, മ്ലാനവദനം. അതുകൊണ്ടാണ് എന്തെങ്കിലും അവിടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവ കുറച്ചുകൂടി ഒന്ന് പ്രസാദത്തോടെ, സന്തോഷത്തോടെ, ഒരു പുഞ്ചിരിയോടെയൊക്കെ അവള് നീങ്ങുന്നത് കാണാനാണ് ഇഷ്ടപ്പെടുക. വേറെ ഭർത്താവ് ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. ഭാര്യ കുറേ വിഷമങ്ങൾ, വേദനകൾ, അതിൻ്റെ പേരിൽ അവരുടെ മുഖമൊക്കെ അങ്ങോട്ട് വാടി സങ്കടപ്പെട്ടിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അവസാനം ഈ പുള്ളിക്കാരത്തി ഒരു തമാശ പറഞ്ഞ് കേട്ടപ്പോഴാണ് പുള്ളിക്കാരത്തി നന്നായിട്ടൊന്ന് ചിരിച്ചു. ഉടനെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ മുഖമാണ് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഈ ഒരു മുഖപ്രസാദം, അതാണ് വേണ്ടത്. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രസാദം. അത് നശിപ്പിക്കുന്ന രീതിയിലുള്ള ദുഃഖമുണ്ടാകാം. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സഭയ്ക്ക് ആവശ്യം രോഗികളെയല്ല, അനുതാപികളെയാണ്. ചർച്ച് നീഡ്സ് പെനിറ്റൻസ്, നോട്ട് പേഷ്യൻസ്. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോയ തെറ്റുകളോ വീഴ്ചകളോ മറ്റുള്ളവർ നമ്മളോട് കാണിച്ച അപരാധങ്ങളോ ഒക്കെ ആയിരിക്കാം. അതിൻ്റെ പേരിൽ വേണമെങ്കിൽ ആയുസ് മുഴുവൻ നമുക്ക് ദുഃഖിച്ചിരിക്കാൻ പറ്റും. അതല്ല ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായി മാറേണ്ടത് ക്രിസ്തീയ സന്തോഷം, ക്രിസ്തീയ ആനന്ദം, ഇതൊക്കെയാണ്. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ദുഃഖം നല്ലതും ചീത്തയുമാകാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നെഹെമ്യായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, മ്ലാനവദനായി കാണപ്പെട്ട നെഹെമ്യ. എന്തായിരുന്നു കാരണം? രാജാവ് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ശാരീരികമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, ദുഃഖിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നീ ദുഃഖിതനായിട്ട് കാണപ്പെടുന്നു, നിന്റെ മുഖം പാടിയിരിക്കുന്നു. എന്താണ് കാരണം? മറുപടിയായിട്ട് അവൻ പറഞ്ഞത്, പൂർവികർ വിശ്രമം കൊള്ളുന്ന സ്ഥലം അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ദുഃഖിതനായിട്ടിരിക്കുന്നത്. ഇതൊരു നല്ല ദുഃഖമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണേൽ ചിന്തിക്കാം, നമ്മുടെ കാരണവന്മാരെയൊക്കെ അടക്കിയ ശവക്കോട്ട അത് പുല്ലും മുള്ളും എല്ലാം കയറി അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ നമ്മളിത് കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാതിരിക്കുമോ? ഇതുപോലത്തെ ഒരു അവസ്ഥ. രാജാവ് അവനോട് ചോദിച്ചു, എന്താ വേണ്ടേ? നിനക്ക് അത് റെനോവേറ്റ് ചെയ്യാൻ, പുതുക്കി പണിയാനുള്ള പണം വേണം, പെർമിഷൻ വേണം, പോരെ? രണ്ടും ഗ്രാൻഡഡ്. അങ്ങനെ അവന് അതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന രാജാവിനെ കാണാൻ പറ്റും. ആ ദുഃഖം കൊണ്ടോ അവനെ നന്മയിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 കൊറിന്തോസ് 7-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കും. ദൈവം അനുവദിച്ച ചില കാര്യങ്ങൾ, ചില വേദനകൾ, നഷ്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കേണ്ട പോലെ എടുക്കുകയാണെങ്കിൽ പശ്ചാത്താപം നമ്മളിൽ ഉളവാക്കും. ഇനി അത് നമ്മളെ വീണ്ടും ആനന്ദത്തിലേക്ക്, ആത്മീയ ആനന്ദത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ലൗകികമായ ദുഃഖം ഉണ്ടാകാം. എന്താണ് ഈ ദുഃഖം? 2 രീതിയിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞത്. ഒന്ന്, ആത്മീയ നന്മകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. ലൗകികമായ ദുഃഖം അത് നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 30 അതിൻ്റെ 23-ാമത്തെ വചനം എടുത്താൽ, ദുഃഖം അകറ്റുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ലൗകികമായ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപക്ഷെ ആന്തരിക മുറിവുണ്ടായി അതിൻ്റെ പേരിലുണ്ടായ ദുഃഖമാണെങ്കിലും ആന്തരിക സൗഖ്യം പ്രാപിച്ചത് മാറ്റിയെടുക്കാൻ പറ്റും. മാറ്റിയെടുക്കാതിരുന്നാൽ ലൗകികമായ ആ ഒരു ദുഃഖം നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം
13-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മരിച്ചവരെ ഓർത്തുപോലും നമ്മൾ അമിതമായിട്ട് വിലപിക്കരുത്, പ്രത്യാശയില്ലാത്തവരെ പോലെ വിലപിക്കരുത്. ലൗകികമായ ഒരു ദുഃഖത്തിലേക്ക് അത് നമ്മെ നയിക്കരുത് എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാണ്, നല്ല ദുഃഖം നല്ല നീർച്ചാലുകൾ ഒഴുക്കും എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം 2 നീർച്ചാലുകളെ കുറിച്ച്, നല്ല ദുഃഖം ഒഴുക്കുന്ന 2 നീർച്ചാലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന് അനുകമ്പ, രണ്ടാമത്തേത് പശ്ചാത്താപം. അനുകമ്പ, പശ്ചാത്താപം. നല്ല ദുഃഖത്തിൽ നിന്ന് ഒഴുകുന്ന 2 നീർച്ചാലുകളായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഈ 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അനുകമ്പയും പശ്ചാത്താപവും. കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്കിവരോട് അനുകമ്പ തോന്നുന്നു. മത്തായി 9:36 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഇതുപോലെ കർത്താവിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ, മറ്റുള്ള ചില വേദനിക്കുന്ന വ്യക്തികളെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് അനുതാപമുണ്ടാകും. അനുതാപത്തിൻ്റെ നീർച്ചാല് അവരിൽ നിന്ന് ഒഴുകുന്നത് കാണാൻ പറ്റും. ചീത്ത ദുഃഖം, അത് നമ്മളിലേക്ക് ഒഴുക്കുന്ന നീർച്ചാലുകളെ കുറിച്ചും വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്നുണ്ട്. നല്ല ദുഃഖം 2 നീർച്ചാലുകൾ ഒഴുക്കുമ്പോൾ ചീത്ത ദുഃഖം 6 നീർച്ചാലുകൾ ഒഴുക്കും എന്നാണ് ഈ വിശുദ്ധ പറഞ്ഞിരിക്കുന്നത്. ഉത്കണ്ഠ, അലസത, കോപം, അസൂയ, പക, അക്ഷമ, ക്ഷമയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ചീത്ത നീർച്ചാലുകളാണ്. ചീത്ത ദുഃഖം ഇതിലേക്കൊക്കെയാണ് നമ്മെ നയിക്കുക. നമുക്കിനി അവസാനമായിട്ട് വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ചില ദുഃഖ കാരണങ്ങൾ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 77 10-ാമത്തെ വചനം പറയുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖ കാരണം. ദൈവിക ശക്തി പ്രകടമാകണമെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവവിചാരം വേണം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യുന്നതന്റെ ശക്തി നമ്മിൽ പ്രകടമാകും. പിന്നെ മറ്റുള്ളവരുടെ ദുഷ്ടത നമുക്ക് ദുഃഖ കാരണമാകാം. പ്രഭാഷകൻ 25:23 പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ ദുഷ്ടത. ദുഷ്ടയായ ഭാര്യ ഭർത്താവിൻ്റെ മനസ്സിടിയാനും അവൻ ദുഃഖിതനാകാനും കാരണമാകാം. ആരുടെയാണേലും ദുഷ്ടത മറ്റുള്ളവർക്ക് ഒരു ദുഃഖം ഉളവാക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 13:25 വായിച്ചാൽ സ്വന്തം ദുഷ്ടത ദുഃഖ കാരണമാകാം. പ്രഭാഷകൻ 13:25 പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും. എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നത് ദുഷ്ടതയാണെങ്കിൽ എൻ്റെ മുഖത്ത് ആ ദുഃഖം തളം കെട്ടി കിടക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവസാനത്തേത് സാത്താൻ കൊണ്ടുവരുന്ന ദുഃഖം. ദുഷ്ടരെ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദുഷ്ടരെ അവരുടെ പാപത്തിൽ അവരെ സന്തോഷിപ്പിക്കും. പിന്നെ അവർ അത് തുടരും. വീട് കാണാൻ സാധിക്കും, നല്ല വ്യക്തികളെ അവരുടെ സൽപ്രവൃത്തികളിൽ അവൻ ദുഃഖിപ്പിക്കും. സൽപ്രവൃത്തികൾ ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖം കൊണ്ടുവരാനും അവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് നിർത്തിക്കാൻ അവൻ പരിശ്രമിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സാത്താനെതിരെ പടപൊരുതി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.